ഹായ് മക്കളെ, പൈത്തൺ ദ മാത്ത് അക്കാഡമിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫിറോസ് അഹമ്മദ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് സ്റ്റേറ്റിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈനൽ എക്സാമിനായാലും ഓണപരീക്ഷയ്ക്കായാലും മറ്റേത് എക്സാമുകൾക്കായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. കാരണം ഫൈനൽ എക്സാമിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഒത്തിരി മാർക്ക് കവർ ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നല്ല വൃത്തിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക്, അതായത് 18 മുതൽ 20 വരെയുള്ള സ്കോർ എന്ത് ചെയ്യാം, നമുക്ക് കൈക്കുള്ളിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ്. വിത്തിൻ എത്രയാണ് 1 അവറിനുള്ളിൽ നമ്മൾ ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്ത് അതിന്റെ 2023 പ്രോബ്ലംസ് കംപ്ലീറ്റ് സോൾവ് ചെയ്ത് ഒരു പക്ക നമ്മൾ റെഡി ആവുകയാണ് പരീക്ഷയ്ക്ക് വേണ്ടി. അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ചാപ്റ്ററിന്റെ റിവിഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സീക്വൻസസ് എന്ന് പറയുന്നത്? A sequence is defined as an arrangement of numbers in a particular order. ഒരു പ്രത്യേക ഓർഡറിൽ ഒരു പ്രത്യേക റൂൾ ബേസ് ചെയ്തിട്ട് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ഓർഡർ ഉണ്ട് കേട്ടോ. ആ ഓർഡർ എങ്ങനെയാണ്, ഒരു റൂളിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോ എലമെന്റും എങ്ങനെ വരണം എന്നുള്ള ആ റൂളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സീക്വൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ പൊസിഷനും ടേമും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ടേം എന്ന് പറയുന്നത്. ദ നമ്പേഴ്സ് ഫോമിങ് എ സീക്വൻസ് ആർ കാൾഡ് ഇറ്റ്സ് ടേംസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്പേഴ്സുകളെ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് സീക്വൻസ് കിട്ടുന്നതെന്ന്. ആ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ടേംസ്. ഓക്കെ, അപ്പൊ സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച നമ്പേഴ്സുകൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടേംസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ടേമിനും ഓരോ പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. x1 ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്ത് ലെറ്റർ കൊണ്ടാണ്, x1. ഓക്കെ, അതില് x എന്ന് പറയുന്നത് ടേമിനെ റെപ്രസെന്റ് ചെയ്യാനും 1 എന്ന് പറയുന്നത് ഇത് പൊസിഷനെ റെപ്രസെന്റ് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x1 എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ടേം. ഓക്കെ, സീക്വൻസിന്റെ ഫസ്റ്റ് ടേം. കാരണം പൊസിഷൻ എത്രാമതാ, ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ടേം, അതാണ് x1 കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ x1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. ആ സീക്വൻസിന്റെ ആദ്യത്തെ ടേമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, x1 എന്ന് പറയുന്നത്. നമ്മൾ ജനറൽ ആയിട്ട് ടേമുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് xn ആണ്. എന്താണ്, xn ആണ്. x എന്ന് പറയുന്ന ടേം സൂചിപ്പിക്കുന്നു, n എന്ന് പറയുന്നതിന്റെ പൊസിഷൻ സൂചിപ്പിക്കുന്നു. സോ xn എന്ന് പറഞ്ഞാൽ എന്താണ്, nth ടേം ഓഫ് ദ സീക്വൻസ്. ആ സീക്വൻസിന്റെ nth ടേമിനെയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, xn കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ xn എന്ന് പറഞ്ഞാൽ എന്താണ്, nth ടേം ഓഫ് ദ സീക്വൻസ്. ആ സീക്വൻസിൽ വരുന്ന എന്നാമത്തെ പൊസിഷനിൽ വരുന്ന ടേമിനെയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്, nth ടേം. ജനറൽ ആയിട്ട് നമ്മൾ ടേമുകളെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ത് റെപ്രസെന്റേഷൻ ആണ്, xn എന്നാണ്. അപ്പോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൽജിബ്ര ഓഫ് ദി സീക്വൻസ്, ആ സീക്വൻസിന്റെ ആൽജിബ്ര എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചാൽ അവിടെ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, xn കണ്ടുപിടിക്കണം. ജനറൽ ആയിട്ട് ഒരു ടേമിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് എന്ത് ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്, ആൽജിബ്ര ഓഫ് ദി സീക്വൻസ് എന്ന് പറയുന്ന ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്, 1 4 9 16 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സാധനം എന്താണ്, നമുക്ക് ഈ ഒരു സാധനം ഒരു സീക്വൻസ് ആണ് അല്ലെ. അതൊരു പ്രത്യേക റൂളിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ, ആ ഒരു മോഡലിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു റൂൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പൊസിഷൻ ടേം ടേബിൾ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, സോ പൊസിഷൻ ടേം ടേബിൾ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ ആര് വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ ആര് വരുന്നുണ്ട്, 4 വരുന്നുണ്ട്. 4നെ നമുക്ക് എങ്ങനെ എഴുതാം, 2 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, 1നെ നമുക്ക് 1 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അടുത്ത് തേർഡ് പൊസിഷനിലോ മൂന്നാമത്തെ പൊസിഷനിൽ ആരാ വരുന്നേ, 9 ആണ്, അഥവാ 3 സ്ക്വയർ 9 ആണ് വരുന്നത്. ഫോർത്ത് പൊസിഷനിലാണെങ്കിലോ ഫോർത്ത് പൊസിഷനിൽ വരുന്നത്
4² അഥവാ 16 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അഞ്ചാമത്തെ പൊസിഷനിൽ ആരായിരിക്കും വരുന്നത്? 5² ആയിരിക്കും വരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ഈ പൊസിഷനുമായിട്ടുള്ള റിലേഷൻ കണക്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആരാണ് വരുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഓരോ പൊസിഷന്റെയും അതിന്റെ സ്ക്വയർ ആണ് എന്തായിട്ട് വരുന്നത്? ടേം ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ nth പൊസിഷനിൽ ആരായിരിക്കും വരുന്നത്? നോക്കിക്കേ, nth പൊസിഷനില് ഫസ്റ്റ് പൊസിഷനിൽ 1², സെക്കൻഡ് പൊസിഷനിൽ 2², തേർഡ് പൊസിഷനിൽ 3², ഫോർത്ത് പൊസിഷനിൽ 4². അങ്ങനെയാണെങ്കിൽ nth പൊസിഷനിൽ എന്തായിരിക്കും വരുന്ന? nth പൊസിഷനിൽ എന്തായിരിക്കും വരുന്ന? n² ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആൽജിബ്ര എഴുതാൻ, ഈ ഒരു സീക്വൻസിന്റെ ആൽജിബ്ര എഴുതാനായിരുന്നു ചോദ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് nth പൊസിഷനിൽ വരുന്ന ടേം ഏതെന്ന് എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ? x1 ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന ആളാരാ? 1 ആണ്. x2 സെക്കൻഡ് പൊസിഷനിൽ വരുന്ന ആളാരാ? 4 ആണ്. x3 തേർഡ് പൊസിഷനിൽ വരുന്ന ആളാരാ? 9 ആണ്. അങ്ങനെ നമുക്ക് ആൽജിബ്ര എഴുതാൻ ചോദിച്ചാൽ ഏതാണ് എഴുതേണ്ടത്? nth പൊസിഷനിൽ വരുന്ന ആളാ. nth പൊസിഷനിൽ വരുന്ന ആൾ ആരാണ്? n² ആണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? The algebra of this sequence is nothing but xn equal to the general term xn equal to n² എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ എന്താണ് സീക്വൻസ്, ടേം എന്താണ്, nth ടേം എന്താണ് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, എന്നാമത്തെ ടേമിനെയാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിക്കുന്നത്? nth ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം അരിത്തമെറ്റിക് സീക്വൻസസ്. ഓക്കെ, എന്താണ് അരിത്മെറ്റിക് സീക്വൻസസ്? അത് നമ്മൾ നേരത്തെ സീക്വൻസ് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു റൂൾ വന്നാൽ മതി എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പ്രത്യേക റൂളിൽ നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ആ റൂൾ എന്താകണം? ആ റൂൾ എന്ന് പറയുന്നത് a sequence got by starting any number, ഏതൊരു നമ്പറിൽ നിന്ന് വേണോ തുടങ്ങാം. തുടങ്ങുന്ന നമ്പർ ഏതായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു നമ്പറിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ തുടങ്ങുന്ന നമ്പറിനല്ല ഇമ്പോർട്ടന്റ്, അടുത്ത് ഏതാ വരുന്നത്? ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി. അതിനുശേഷം നമ്മൾ കൂട്ടുമ്പോൾ ഒരു ഫിക്സഡ് നമ്പർ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അതിനുശേഷം കൂട്ടുമ്പോൾ എന്ത് മാത്രമേ കൂട്ടാൻ പാടുള്ളൂ? ഒരു ഫിക്സഡ് നമ്പർ മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അല്ലാതെ ഒരിക്കൽ 2 കൂട്ടി, അടുത്ത് പിന്നെ 3 കൂട്ടി, അടുത്ത് പിന്നെ 4 കൂട്ടി, അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ 5 കൂട്ടി, പിന്നെ അടുത്ത് 10 കൂട്ടി, പിന്നെ അടുത്ത് 12 കൂട്ടി, അങ്ങനെ നമുക്ക് തോന്നിയ നമ്പേഴ്സ് കൂട്ടാൻ പറ്റൂല. 5 വെച്ചാണ് കൂട്ടുന്നതെങ്കിൽ 5 വെച്ച് തന്നെ കൂടി 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 പോവുക. ഓക്കെ, അങ്ങനെ വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഒരു ഫിക്സഡ് ടേം കൂടി പോകുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ്. അത് വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സീക്വൻസ് നോർമൽ ആയിട്ട് സീക്വൻസ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? x1 x2 x3 x3 അങ്ങനെ എക്സെട്ര xn, അത് കഴിഞ്ഞ് അങ്ങനെ പോകും. ഓക്കെ, ഇത് ഇൻഫിനിറ്റ് സീക്വൻസ് ആണെങ്കിൽ അങ്ങനെ പോകും. അല്ല നമുക്ക് ലിമിറ്റഡ് സീക്വൻസ് ഉള്ളെങ്കിൽ xn നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. nth ടേം എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ കണ്ട ഈ ഒരു നമ്പർ ഏതാണ്? 1 4 9 16 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കാരണം എന്താ? 1ൽ നിന്ന് 4ലെത്താൻ 3 കൂടി, അടുത്ത് നമ്മൾ നോക്കിയപ്പോ 5 കൂടി, അടുത്ത് നമ്മൾ നോക്കിയപ്പോ 7 കൂടി. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളാണ് കൂടിയിരിക്കുന്നത്, ഒരു ഫിക്സഡ് നമ്പർ അല്ല കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഓക്കെ, ഇനി നമുക്കൊരു ഫിക്സഡ് നമ്പർ കൂടാനേ പാടുള്ളൂ? ഇല്ല, കുറയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നതായിട്ട് വരും? നെഗറ്റീവ് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്കിനി അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് കിടക്കാം. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി എന്താണ് കോമൺ ഡിഫറൻസ്? പേര് പോലെ തന്നെയാണ്, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. കോമൺ ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? കോമൺ ഡിഫറൻസ്. അപ്പൊ എന്താണ് ഈ കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫിക്സഡ് നമ്പർ വേണം കൂടി 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 പോകേണ്ടതെന്ന്. ആ ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ദ ഫിക്സഡ് നമ്പർ ദാറ്റ് ആഡ്സ് റിപ്പീറ്റഡ്ലി. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യുന്ന ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്ന? കോമൺ ഡിഫറൻസ്. ഇനി ആ ഫിക്സഡ് നമ്പർ എങ്ങനെ കിട്ടും? വി ഗോട്ട് ഇറ്റ് ബൈ സബ്ട്രാക്ടിങ് എനി ടേം വിത്ത് ഇറ്റ്സ് പ്രീവിയസ് ടേം. ഓക്കെ, അപ്പോ നമുക്കത് എങ്ങനെ കിട്ടും? ഏതെങ്കിലും ഒരു ടേമിനെ അതിന്റെ മുൻപിലത്തെ ടേമുമായിട്ട്, അതിന് മുമ്പുള്ള ടേമുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ
നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ഡി. അപ്പൊ കോമൺ ഡിഫറൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ഡി ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? നമുക്ക് അടുത്തടുത്ത ടേമുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. നോക്കിക്കേ, x2 മൈനസ് x1 എത്ര വരും? 11 മൈനസ് 1 10 വരും. ഇനി അടുത്ത് x3 മൈനസ് x2 എത്ര വരും? 21 മൈനസ് 11 10 വരും. അടുത്ത x4 മൈനസ് x3 എത്ര വരും? 31 മൈനസ് 21 10 വരും. നോക്കിക്കേ, ഒരു ഫിക്സഡ് നമ്പർ അല്ലേ നമ്മൾ ഓരോ അടുത്തടുത്ത ടേമുകൾ തമ്മിൽ ഡിഫറൻസ് എടുത്തപ്പോഴും കിട്ടിയത്? യെസ്. ഇനി കുറഞ്ഞു വരുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകും ഒരു ഫിക്സഡ് നമ്പർ ആണ് നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? ഇറ്റ്സ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞേ, x1 എന്ന് പറഞ്ഞേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ആദ്യത്തെ ആളെയാണ്. അതേതാണ്? 1 ആണ്. ഇനി കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഐഡിയ, കോൺസെപ്റ്റ്, കാര്യമൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ്. അപ്പൊ ബേസിക് ആയിട്ട് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കോൺസെപ്റ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ചാപ്റ്റർ. ഓക്കെ, പക്ഷെ ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഒത്തിരി നല്ല എളുപ്പം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഒത്തിരി മാർക്കുകൾ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, സാറിന് നമുക്ക് ചാപ്റ്റേഴ്സ് എളുപ്പമാണെങ്കിൽ എന്താണ്? മാർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് കുറവായിരിക്കും അല്ലേ? പക്ഷെ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചാപ്റ്റർ എളുപ്പവുമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. വലിയ കോൺസെപ്റ്റ്സ് കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും, മാർക്ക് ഒത്തിരി സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ്. ഈ ഫോർമുലാസ് നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. കാരണം ഇത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം. അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്താണ്? nth ടേം, എന്നാമത്തെ ടേമിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ ജനറൽ ടേം നിങ്ങൾക്ക് ആൽജിബ്ര, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്ര എഴുതാൻ ചോദിച്ചാലോ nth ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ ഒക്കെ ഈ ഫോർമുല ചെയ്താൽ മതി. ഈ ഫോർമുല എടുത്ത് എഴുതുക, ഇതിൽ ആവശ്യമുള്ള ആൾക്കാർ ഇട്ട് കൊടുക്കുക, സോൾവ് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും, നമുക്കിവിടെ തൊട്ട് മുമ്പ് നോക്കിയാൽ മനസ്സിലാകും ഓരോന്നിന്റെ കൂടെയും നമ്മൾ ഡി കൂട്ടിയാണ് പോകുന്നത്. അപ്പൊ ഇത് x1 ആയിരിക്കും. നോക്കിക്കേ, ഇത് x1 ആയിരിക്കും. ഇതെന്തായിരിക്കും? x1 പ്ലസ് ഡി ആയിരിക്കും. ഇനി അതിന്റെ കൂടെ പിന്നെയും ഡി കൂട്ടുക. അപ്പൊ ഇതെന്താകും? x1 പ്ലസ് 2d ആകും. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ മൂന്നാമത്തെ ടൈം ആകുമ്പോൾ 2d ആണ് കൂട്ടിയിട്ടുള്ള x1ന്റെ കൂടെ. അപ്പൊ എന്നാമത്തെ ടൈം ആകുമ്പോൾ എത്ര d കൂട്ടണം? n-1d കൂട്ടണം. അപ്പൊ ഫോർമുല എന്ത് വരും? xn ഈക്വൽസ് x1 പ്ലസ് n-1d. ആദ്യത്തെ ടേമിന്റെ കൂടെ n-1d കൂട്ടുക. അങ്ങനെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? xn എന്ന് പറയുന്നത്. സോ xn ഈക്വൽസ് x1 പ്ലസ് n-1d. ഓക്കെ, ഫോർമുല അറിഞ്ഞിരിക്കുക. ഇതിൽ x1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം, n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ പൊസിഷനെയാണ് n കൊണ്ട് സൂചിപ്പിക്കുന്നത്. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. xn എന്ന് പറയുന്നതാണ് എന്ത്? nth ടേം. ഓക്കെ, ഇപ്പൊ ഫോർമുല അറിഞ്ഞിരിക്കുക. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ്. രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? പൊസിഷൻ ഡിഫറൻസ് ടൈംസ് ഡിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലുമൊക്കെ ടേമുകൾ തന്നിട്ട് ഡി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. ഓക്കെ, അത് ഇതേ സാധനമാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് എന്താണ്? ഒരു ടേം ആ സീക്വൻസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ. ഓക്കെ, കാരണം നമുക്കറിയാം ടേം ഡിഫറൻസ് ബൈ ഡി ചെയ്താൽ നമുക്കൊരു നമ്പർ വേണം കിട്ടാൻ, ഒരു നാച്ചുറൽ നമ്പർ വേണം കിട്ടാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു സാധനം ഡെസിമലോ ഫ്രാക്ഷനോ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളത് ആ ഒരു മോഡലാണ് ചെയ്യുന്നത്. ടേം ഡിഫറൻസ് ബൈ ഡി ചെയ്യുമ്പോഴോ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ, ഇന്റിജർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം അതെന്ന് പറയുന്നത് ഇതിലെ ഒരു ടേം ആണ് എന്ന് പറയാം. ഓക്കെ, നാച്ചുറൽ നമ്പർ, ഇന്റിജറിൽ നാച്ചുറൽ നമ്പർ കിട്ടണം. കാരണം നമ്മൾ ഫസ്റ്റത്തെ ടേമുകളായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ദൂരോട്ടുള്ള ഒരു ടേം ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പൊ നാച്ചുറൽ നമ്പർ കിട്ടുക. അങ്ങനെ കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? അത് ഈ സീക്വൻസിലെ ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു
ടേം ആണ് എന്ന് പറയാം. അപ്പൊ ഇതേ സാധനം, ഈ ഒരു സാധനം നമ്മൾ 5-6 സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യും. ഓക്കെ, അതായത് കോമൺ ഡിഫറൻസ്, ഏതെങ്കിലും ഒക്കെ ടേം വന്നിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ ഡി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്, ഏതോ ഒരു ടേം തന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്, എന്നിട്ട് അത് ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ടേം ഡിഫറൻസ് ബൈ ഡി ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു മോഡൽ. അപ്പൊ ഇതിന്റെ ഫോർമുല എന്താണ് പറയുന്നത്? ടേം ഡിഫറൻസ് ഈക്വൽസ് പൊസിഷൻ ഡിഫറൻസ് ടൈംസ് ഡി. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസ് ടൈംസ് ഡി ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് പറയുന്നത് എന്താണ്? എം മൈനസ് എൻ ഡി ആണ്. അതിന്റെ പൊസിഷൻസ് തമ്മിൽ ഡിഫറൻസ് എടുത്തിട്ട് ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കിട്ടും. അടുത്തത് സം ബിറ്റ്വീൻ ദ ടേംസ്. ഓക്കെ, രണ്ട് ടേമുകൾ, ഇവിടെ നമ്മൾ പറഞ്ഞത് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസിന്റെ പ്രത്യേകതയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് ടേമുകൾ തമ്മിലുള്ള സമ്മിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, ഒറ്റ മിനിറ്റ്, ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, അത് ഇട്ടപ്പോൾ മറിപ്പോയതാണ്. എന്തുവരും? നമുക്കിവിടെ എങ്ങനെയാ വരുന്നേ? ഇട്ടപ്പോൾ മാറിപ്പോയതാ. ഓക്കെ, അപ്പോ നമുക്കിവിടെ എന്താ വരുന്നേ? നോക്കിക്കേ, പറഞ്ഞേ. നമുക്കിവിടെ വരുന്നത് എക്സ് എം പ്ലസ് എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് പി പ്ലസ് എക്സ് ക്യൂ ആകണമെങ്കിൽ, ഓക്കെ, സമ്മ് രണ്ട് ടേമുകളുടെ സമ്മുകൾ ഈക്വൽ ആണ്, വേറെ രണ്ട് ടേമുകളുടെ സമ്മുമായിട്ട് ഈക്വൽ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് സെയിം ആയിരിക്കണം? എം പ്ലസ് എൻ ഈക്വൽസ് പി പ്ലസ് ക്യൂ. അവരുടെ പൊസിഷൻസിന്റെ സമ്മ് സെയിം ആണെങ്കിൽ, ഓക്കെ, അവരുടെ ടേമുകളുടെ സമ്മ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് പൊസിഷൻസിന്റെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയപ്പോൾ വേറെ രണ്ട് പൊസിഷൻസിന്റെ സമ്മിന് തുല്യമായിട്ട് വന്നാൽ അവരുടെ ടേമുകളുടെ സമ്മ് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, സോ ദ സം ഓഫ് പൊസിഷൻസ് ആർ ഈക്വൽ, ദെൻ ദ ടേം സം ആൾസോ ഈക്വൽ. പൊസിഷനുകൾ തമ്മിലുള്ള സം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ടേമുകൾ തമ്മിലുള്ള സമ്മ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നമുക്ക് ഇത് നമ്മൾ ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ നമ്മളെ സെയിം ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നേരത്തെ ചോദ്യത്തിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മള് ഫസ്റ്റ് ടേം x1 എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? 1 ആണെന്ന് പറഞ്ഞു. എക്സ് ഡി അല്ലെ, ഡി എന്ന് പറയുന്നത് 10 ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? നമുക്ക് ജനറൽ ടേം ഒന്ന്, nth ടേം ഒന്ന് കണ്ടുപിടിച്ചു നോക്കാം. xn ഈക്വൽസ് x1 പ്ലസ് n മൈനസ് 1 d ആണ് നമ്മുടെ ഫോർമുല. x1 എന്ന് പറയുന്നത് എന്താണ്? 1. സോ 1 പ്ലസ് n മൈനസ് 1 അങ്ങനെ തന്നെ ഇടുക, കാരണം n എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ nth ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10th ടേം 11th ടേം എന്നൊക്കെ പറഞ്ഞാൽ എന്നിന് അതിനനുസരിച്ച് വാല്യൂ കൊടുക്കാം. അല്ല ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്നിന് വാല്യൂ എടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ടൈംസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 10 ആണ്. സോ ഇതിനെ അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ 1 പ്ലസ് 10n മൈനസ് 10, സോ 10n മൈനസ് 9. നമുക്ക് എങ്ങനെ കിട്ടും? xn ഈക്വൽസ് 10n മൈനസ് 9 എന്ന് പറഞ്ഞു കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽജിബ്ര ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. നേരത്തെ നമ്മൾ ടേമിന്റെ ഇതാണ് പറഞ്ഞെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് സം ഓഫ് ടേംസ് ആണ്. എന്താണ്? സം ഓഫ് ടേംസ് ആണ്. അതായത് നമ്മൾ ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്? ആദ്യത്തെ നാലാമത്തെ ടേം വരെയുള്ളതിന്റെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം. ഓക്കെ, അപ്പൊ 10ാമത്തെ ടേം വരെയുള്ളതിന്റെ സം വേണമെങ്കിൽ എന്താണ്? ആദ്യത്തെ x1 തൊട്ട് x10 വരെയുള്ള എല്ലാരെയും കൂട്ടുക, അതാണ് സം. ഓക്കെ, അപ്പൊ സം എന്ന് പറഞ്ഞാൽ, സം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് അപ്പൊ തന്നെ മനസ്സിലാക്കുക ടേമുകൾ തമ്മിലുള്ള സം ആണ് പറയുന്നത്. അതിന്റെ ഫോർമുലയാണ് Sn ഈക്വൽസ്. ഫസ്റ്റത്തെ ഫോർമുല എന്താണ്? Sn ഈക്വൽസ് n/2 ടൈംസ് x1 പ്ലസ് xn. ഓക്കെ, അപ്പോ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം n/2 ടൈംസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ചെയ്താൽ Snന്റെ വാല്യൂ കിട്ടും. അത് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും അറിയാമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ Sn ഈക്വൽസ് n/2 ടൈംസ് x1 പ്ലസ് xn. ഇനി സപ്പോസ് നമുക്ക് xn അറിയില്ല, nth ടേം അറിയില്ല, ഒന്നുകിൽ നിങ്ങൾക്ക് nth ടേം കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫോർമുല എന്ന് പറയുന്നത് Sn ഈക്വൽസ് n/2 ടൈംസ്
2x1 plus n minus 1d. കാരണം നമുക്ക് xn എന്തെന്നറിയാം, x1 plus n minus 1d. ആ x1 കൂടെ കൂടി എന്താകും, 2x1 ആകും. പിന്നെ പ്ലസ് n minus 1d. അപ്പൊ Sn സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല ഉണ്ട്. Sn ഈക്വൽസ് n by 2 ടൈംസ് x1 plus xn. രണ്ടാമത്തെ ഫോർമുല എന്താ, Sn ഈക്വൽസ് n by 2 ടൈംസ് 2x1 plus n minus 1d. അപ്പൊ ഈ രണ്ട് ഫോർമുലാസും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് ഫൈൻഡിങ് nth ടേം വെൻ Sn is given. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അങ്ങനെ ഒരിടത്ത് അങ്ങനെ പഠിപ്പിക്കാറോ എടുക്കാറോ ഇല്ല, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാറുണ്ട്. അതായത് Sn ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടാകും. എന്ത് തന്നിട്ടുണ്ടാകും, Sn ഈക്വൽ ടു സം n സ്ക്വയർ പ്ലസ് 1 എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടാകും. എന്നിട്ട് ആ സീക്വൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് S1 എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ടേം വരെയുള്ളതിന്റെ സം. ഫസ്റ്റ് ടേം വരെയുള്ളതിന്റെ സം എന്ന് പറയുമ്പോൾ ആകെ ഒരു ടേം മാത്രമല്ലേ ഉള്ളൂ. സോ S1 എന്ന് പറയുന്ന ആർക്ക് തുല്യമായിരിക്കും, x1 തുല്യമായിരിക്കും. ഇനി x2 എങ്ങനെ കണ്ടുപിടിക്കാം, S2 എന്ന് പറഞ്ഞാൽ S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് ടു ടേംസ്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് ടു ടേംസ്. S1 എന്ന് പറഞ്ഞാലോ സം ഓഫ് ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് S2 S1 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, അവിടെ നമ്മൾ S1 കാട്ടി എന്ത് മാത്രമേ എക്സ്ട്രാ കൂട്ടിയിട്ടുള്ളൂ, x2 മാത്രമേ കൂട്ടിയുള്ളൂ S2 കിട്ടാൻ. അതുകൊണ്ട് തന്നെ x2 എന്ന് പറയുന്നത് S2 മൈനസ് S1 ആണ്. അതുപോലെ നമുക്ക് ഏത് ടേം വേണോ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, xn ഈക്വൽ ടു Sn മൈനസ് Sn മൈനസ് 1 ചെയ്താൽ മതി. കാരണം Sn മൈനസ് 1ന്റെ കൂടെ xn കൂടെ ചേരുമ്പോഴാണ് ആര് കിട്ടുന്നത്, Sn കിട്ടുന്നത്. ഓക്കെ, സോ xn ഈക്വൽസ് Sn മൈനസ് Sn മൈനസ് 1. ഈ ഒരു സാധനം അറിഞ്ഞിരിക്കുക. അത് നമുക്ക് ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല, പക്ഷെ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. കാരണം നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കണ്ടുപിടിച്ച പിന്നെ സീക്വൻസ് കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒന്ന് ചെയ്തു നോക്കാം. ഫസ്റ്റത്തെ പ്രോബ്ലം, 7, 13, 19 is an arithmetic sequence. What is the common difference? So നമുക്ക് arithmetic sequence തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഫൈൻഡ് ഇറ്റ്സ് 11th ടേം, 11ാമത്തെ ടേം കണ്ടുപിടിക്കുക. ഡയറക്റ്റ് ചെയ്യാം അല്ലെ. കോമൺ ഡിഫറൻസ് d ഈക്വൽസ് എന്താണ്, x2 മൈനസ് x1 ചെയ്താൽ മതി. ഏതെങ്കിലും രണ്ട് ടേമാണ്, അടുത്തടുത്ത രണ്ട് ടേം സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ എന്ത് കിട്ടും, 13 മൈനസ് 7 വിച്ച് ഈസ് നത്തിങ് ബട്ട് 6. ഓക്കെ, നോക്കിക്കേ, 13 പ്ലസ് 6 19. സോ നമ്മളുടെ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ വേണമെങ്കിൽ കോമൺ ഡിഫറൻസ് എന്നും കൂടെ എഴുതിക്കോ. കോമൺ ഡിഫറൻസ് ഡി ഈക്വൽസ് x2 മൈനസ് x1, 13 മൈനസ് 7 എന്ന് പറയുന്നത് എത്ര കിട്ടും, 6 കിട്ടും. അങ്ങനെയാണെങ്കിൽ 11th ടേം കണ്ടുപിടിക്കണം. 11th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, x11. ഓക്കെ, 11th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, x1 ഈക്വൽസ് 7 എന്ന് തന്നിട്ടുണ്ട്, d ഈക്വൽസ് 6 എന്ന് തന്നിട്ടുണ്ട്, n എന്ന് പറയുന്നത് 11 എന്ന് തന്നിട്ടുണ്ട്. xn കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ, xn ഈക്വൽസ് x1 പ്ലസ് n മൈനസ് 1d. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, x11 എന്ന് പറയുന്നത് x1 പ്ലസ് 10d ആണ്. തൊട്ട് മുമ്പുള്ള അത്രയും d ആണ് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പൊ 10d ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, xn ഈക്വൽസ് x1 പ്ലസ് n മൈനസ് 1d. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും കൊടുക്കാം. സോ x11 ഈക്വൽസ് x1 എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. ഓക്കെ, പ്ലസ് n എന്ന് പറയുന്നത് എത്രയാണ്, 11. സോ 11 മൈനസ് 1 d എത്രയാണ്, 6. എത്ര വരും, 7 പ്ലസ് 10 ടൈംസ് 6. ഇങ്ങനെ ചെയ്തിട്ട് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആദ്യം അഡീഷൻ അങ്ങ് ചെയ്തു വെച്ചു, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇത്രയും നേരം കഷ്ടപ്പെട്ട് ചെയ്ത് എത്ര എന്താകും, വേസ്റ്റ് ആകും. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ മക്കളെ. ഇതെന്താണ്, നമ്മള് ഏത് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യണ്ടേ, ബോഡ്മാസ് റൂൾ വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ശ്രദ്ധിക്കാതെ അഡീഷൻ ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കളയരുത്. നമ്മൾ എന്ത് ചെയ്യണം, ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യണം. ബോഡ്മാസ് റൂൾ എന്താ പറയുന്നേ, ബ്രാക്കറ്റ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, എന്നിട്ട് എന്താണ്, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മാത്രമേ അഡീഷൻ ചെയ്യാവൂ മക്കളെ. അപ്പൊ എങ്ങനെ വരും, 10 ടൈംസ് 6 എത്ര വരും, 60. സോ 7 പ്ലസ് 60 വരും. അത് എത്ര വരും, 67. സോ x11 11th ടേം എന്ന് പറയുന്നത്, ഓക്കെ, 11th ടേം എന്ന് പറഞ്ഞാൽ x11 എന്ന് പറയുന്നത് എത്രയാണ്, 67 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം.
Sixth term of an arithmetic sequence is 46. Its common difference is 8. Okay. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? x6 എന്ന് പറയുന്നത് സിക്സ്ത് ടേം എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? 46 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് കോമൺ ഡിഫറൻസ് d എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ഇറ്റ്? 16th ടേം ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ x6 എന്ന് പറഞ്ഞാൽ എന്താ? x6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x1 പ്ലസ് 5d ആണ്. n-1 6 - 1 എത്രയാകും? 5 ആകും. സോ 5d ആണ്. അതാണ് എത്രയും തന്നിട്ടുള്ളത്? 46. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, x1 എന്ന് പറഞ്ഞാൽ അറിയോ? ഇല്ല. അപ്പൊ x1 നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ x1 എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കണം. പ്ലസ് 5d എത്രയാണ്? 8. സോ 5 times 8 equal to 46. x1 പ്ലസ് 40 equal to 46 ആണല്ലേ? മാറിപ്പോയി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? 46. ഓക്കെ, 46. സോ x1 equals 46 minus 40 equals 6. സോ നമുക്ക് ഫസ്റ്റ് ടേം എന്താണെന്ന് പറഞ്ഞു കിട്ടി? 6 ആണെന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ ഫസ്റ്റ് ടേം 6 കിട്ടി. ഇനി നമുക്ക് 16th ടേമും 21st ടേം ഒക്കെ കണ്ടുപിടിച്ചൂടെ? നമുക്കറിയാം xn equals x1 plus n-1 d ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x16 എത്രയായിരിക്കും? x16 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് 15d ആയിരിക്കും. ഓക്കെ, x1 പ്ലസ് 15d ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? 15d എന്ന് പറഞ്ഞാൽ എത്ര വരും? x1 എത്രയാണ്? 6 നമുക്കറിയാം. സോ 6 പ്ലസ് 15 ടൈംസ് d എത്രയാണ്? 8 ആണ്. 15 times 8 എത്ര വരും? 40, 80, 120. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 126 വരും. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 120 കിട്ടും. പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എത്ര വരും? 126 കിട്ടും. അടുത്ത് നമുക്ക് അപ്പൊ x16 കിട്ടി. അടുത്ത ഏതാണ്? x21. 21th ടേം എത്രയാ വരുന്നേ? 21 പ്ലസ് 21 അല്ല, മാറിപ്പോയി. x1 എന്ന് പറയുന്നത് എത്ര? അപ്പൊ x1 പ്ലസ് നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. x1 പ്ലസ് 20d. ഓക്കെ, x1 എത്രയാണ്? 6 ആണ്. സോ 6 പ്ലസ് 20 ടൈംസ് 8. 20 ടൈംസ് 8 എത്രയാ? 160. സോ ഇതെങ്ങനെ വരും? 6 പ്ലസ് 160 എന്ന് വരും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 166. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടി? 166 എന്ന് പറഞ്ഞ് കിട്ടി. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Sum of first 7 terms of an arithmetic sequence is 140. ഓക്കെ, ആദ്യത്തെ 7 ടേമുകളുടെ സം എന്ന് പറയുന്നത് എത്രയാണ്? 140 ആണ്. Sum of first 11 terms of the same arithmetic sequence is 440. അപ്പൊ ഒരു സീക്വൻസിന്റെ ആദ്യത്തെ 7 ടേം, അതായത് S7 എന്ന് പറഞ്ഞ എത്രയും തന്നിട്ടുണ്ട്? 140 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത് S11 എന്ന് പറഞ്ഞ എത്രയും തന്നിട്ടുണ്ട്? 440 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഓരോന്ന് 4th ടേം കണ്ടുപിടിക്കുക, 6th ടേം കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ S7 എന്ന് പറഞ്ഞാൽ എന്താ? n/2. നമുക്കറിയാം Sn. ഞാൻ എന്താ ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെ ഫോർമുല എഴുതാം. Sn ഈക്വൽസ് n/2 ടൈംസ് x1 പ്ലസ് xn ആണ് നമ്മളുടെ ഫോർമുല അല്ലെ? അപ്പോ S7 എന്ന് പറഞ്ഞാൽ എന്താണ്? S7 എന്ന് പറഞ്ഞാൽ 7/2 ടൈംസ് ഓക്കെ x1 പ്ലസ് x7. ഇതാണ് എത്ര? 140. അങ്ങനെയാണെങ്കിൽ x1 പ്ലസ് x7 നമുക്ക് എന്തായിട്ട് എഴുതാം മക്കളെ? 140 ടൈംസ് 2/7. 140 ടൈംസ് എത്രയെന്ന് എഴുതാം? നമുക്ക് എടുത്ത് എഴുതാം. ഓക്കെ, 140 ടൈംസ് 2/7 എഴുതാം. അത് എത്ര കിട്ടും നോക്കിക്കേ. ഇവിടെ 7ഉം 7ഉം വെട്ടിപ്പോകും അല്ലെ? 7ഉം 7ഉം വെട്ടിപ്പോകും. എന്നിട്ട് എത്ര കിട്ടും? 20 കിട്ടും. 2 times 20 40 ആണ്. സോ നമുക്ക് കിട്ടും x1 പ്ലസ് x7 ഈക്വൽസ് 40 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ 4th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്? 4th ടേം എന്താണ്? നമ്മളുടെ നേരത്തെ പഠിച്ച സം ഓഫ് ടേംസ്. പൊസിഷൻസിന്റെ സം ഈക്വൽ ആണെങ്കിൽ ടേം സം ഈക്വൽ ആണ്. നോക്കിക്കേ, x1 1 പ്ലസ് 7 എത്രയാണ്? 8 ആണ്. 4 പ്ലസ് 4 എന്താണ്? 8 ആണ്. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും, എന്ത് പറയാം? x4 plus x4 equals x1 plus x7 എന്ന് പറയാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ x4 എത്രയായിരിക്കും? ഇത് 2x4 കിട്ടും. സോ x1 പ്ലസ് x7/2 ചെയ്താൽ മതി. x1 പ്ലസ് x7 എത്രയാണ്? 40. ഓക്കെ, സോ x4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 40/2 അഥവാ 20 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എയുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ S7 തന്നിട്ടുണ്ട്. S7 നമ്മളുടെ ഫോർമുല അറിയാം, അത് വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്നിട്ട് അതിൽ നമുക്ക് x1 പ്ലസ് x7 എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, സോ നമുക്കറിയാം പൊസിഷൻസിന്റെ സം ഈക്വൽ ആണെങ്കിൽ ടേം സമ്മും ഈക്വൽ ആകണം. സോ 4 പ്ലസ് 4 8 ആണ്, 1 പ്ലസ് 7 8 ആണ്. സോ x4 പ്ലസ് x4 എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? x1 പ്ലസ് x7 തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x4 ഈക്വൽ ടു x1 പ്ലസ് x7 അഥവാ 40 എന്ന് പറഞ്ഞു കിട്ടും. സോ x4 ഈക്വൽ ടു 40/2 20 കിട്ടും. അപ്പൊ x4 കിട്ടി. ഇനി x6 നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. ഇതുപോലെ ഏതിൽ വർക്കൗട്ട് ചെയ്യാം? ഇതുപോലെ നമുക്ക് ഏതിൽ വർക്കൗട്ട് ചെയ്യാം? നമ്മുടെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എന്താണ് 11 ടേമുകളുടെ സമ്മ്. 11 ടേമുകളുടെ സമ്മ്. അപ്പൊ S11 ഈക്വൽ ടു 414 തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നേ? 11/2 ടൈംസ് x1 പ്ലസ് x11 ഈക്വൽസ് 440. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് പറയാൻ പറ്റും? x1 പ്ലസ് x11 ഈക്വൽസ് 440 ടൈംസ് 2/11. ഇവിടെ എന്തൊക്കെ വെട്ടിപ്പോകും? 440യും 11ഉം വെട്ടിപ്പോകും. 40 എന്ന് പറഞ്ഞു കിട്ടും. സോ 2 ടൈംസ് 40 എത്ര വരും? 80. ഓക്കെ, 2 ടൈംസ് 40 എത്ര വരും? 80 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ x1 പ്ലസ് x11 എത്രയെന്ന് കിട്ടി? 80 എന്ന് പറഞ്ഞു കിട്ടി. നമുക്കറിയാം 6 പ്ലസ് 6 എത്രയാ? 12 ആണ് വരുന്നത്. 1 പ്ലസ് 11 എത്രയാ വരുന്നത്? 12. സോ x6 നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സെയിം തന്നെ x6 പ്ലസ് x6. ഓക്കെ, x6 പ്ലസ് x6 ഏതിന് തുല്യമായിരിക്കും? x1 പ്ലസ് x11 തുല്യമായിരിക്കും. സോ x6 ഈക്വൽ ടു x1 പ്ലസ് x11/2. ഓക്കെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 80/2. 80/2 ആയിരിക്കും. എത്രയായിരിക്കും? 40 ആയിരിക്കും. സോ x6 എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 40 എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കുക? അടുത്തിനി d കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് d. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, 40 എന്ന് പറഞ്ഞു കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? d ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, d ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. എങ്ങനെ വരും? സി ക്വസ്റ്റ്യൻ ആണ്. d ഈക്വൽസ് നമുക്ക് ഇവിടെ അറിയാവുന്ന ടേമുകൾ ഏതൊക്കെയാ? x4ഉം x6ഉം. x4 20 ആണെന്ന് അറിയാം, x6 40 ആണെന്ന് അറിയാം. സോ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എങ്ങനെ പറയാം? x6 മൈനസ് x4/4 മൈനസ് 2. ഓക്കെ, പൊസിഷൻ 4 മൈനസ് 2 അല്ല, മാറിപ്പോയത് 6 മൈനസ് 4. ഓക്കെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്ര കിട്ടും? 40 മൈനസ് 20. ടേം ഡിഫറൻസ് എങ്ങനെ വരും? 40 മൈനസ് 20 ബൈ പൊസിഷൻ ഡിഫറൻസ് 6 മൈനസ് 4 എത്ര വരും? 2. ഓക്കെ, സോ നമുക്ക് d എത്രയെന്ന് പറഞ്ഞു കിട്ടും? d 40 മൈനസ് 20 എത്രയാണ്? 20. സോ കിട്ടും 20/2. 20/2 എത്ര? 10. ഓക്കെ, അപ്പൊ നമുക്ക് d എത്രയെന്ന് പറഞ്ഞു കിട്ടി? 10 എന്ന് പറഞ്ഞു കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടേ? ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക. എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റും? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നമുക്കറിയാം x4 എന്ന് പറഞ്ഞാൽ എന്താണ്? x4 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 20 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. x4 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 പ്ലസ് 3d ആണ് 20. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? d എത്രയാ? 10 ആണ്. സോ x1 പ്ലസ് 3 ടൈംസ് 10 ഈക്വൽസ് 20. x1 പ്ലസ് 30 ഈക്വൽസ് 20. x1 ഈക്വൽസ് എന്താണ്? 20 മൈനസ് 30 എത്ര വരും? -10 വരും. സോ x1ന്റെ വാല്യൂ എത്രയാ? -10. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പറയാലോ. ഫോർത്ത് ടേം എത്രയായിരുന്നു? നമുക്ക് ഈ സീക്വൻസിന്റെ ഫോർത്ത് ടേം 20 ആയിരുന്നു. ഓക്കെ, അടുത്ത് ഫൈൻഡ് ഇറ്റ് സിക്സ്ത് ടേം എത്രയാ കിട്ടിയേ? x6 എത്രയാ കിട്ടിയേ? 40 ആണ് കിട്ടിയത്. അടുത്ത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് d എത്ര കിട്ടി? 10 കിട്ടി. അടുത്ത ഫസ്റ്റ് ടേം എത്ര കിട്ടി? -10 കിട്ടി.
ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് വരുന്നത്, ആൻസേഴ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം. നാച്ചുറൽ നമ്പേഴ്സ് വരുന്ന ഫോം എങ്ങനെയായിരിക്കും? 1, 2, 3 അങ്ങനെ ലാസ്റ്റ് ഏത് വരെയാ വരുന്നത്? 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ട. അവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് എൻ എന്ന് പറയുന്നത് 20 ആണ്, എൻ എന്ന് പറയുന്നതും 20 ആണ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കുക എളുപ്പം എന്ന് പറഞ്ഞാൽ n/2 ഇൻറ്റു 1 പ്ലസ് എൻ. ഓക്കെ, n/2 ഇൻറ്റു അഥവാ n+1, n ഇൻറ്റു n+1/2. ആ ഒരു മോഡൽ വെച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. അത് നമ്മളുടെ മറ്റേ ഏത് ഫോമാണ്? Sn ഈക്വൽ ടു x1 n/2 ഇൻറ്റു x1 പ്ലസ് xn. അതിൽ നിന്ന് തന്നെയാണ് നമ്മളത് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ S20 എന്ന് പറഞ്ഞാൽ എത്ര വരും? n ഇൻറ്റു ഇവിടെ നമുക്ക് ആദ്യം ഫോർമുല എങ്കിൽ എഴുതാമെങ്കിൽ. ഓക്കെ, ഇവിടുത്തെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മായിട്ട് എങ്ങനെ പറയാം? n ഇൻറ്റു n+1/2. n എന്ന് പറയുന്ന n/2 നമുക്കറിയാം, xn എന്ന് പറയുന്ന n ആണ്, ഇവിടെ x1 എന്ന് പറയുന്ന 1 ആണ്. അതാണ് ഈ മോഡലിലോട്ട് മാറിയത്. അപ്പൊ ഇതെങ്ങനെ വരും? S20 അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞ. സോ S20 ഈക്വൽസ് 20 ഇൻറ്റു 20+1/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ വെട്ടിപ്പോകും? 2 ഉം 20 ഉം വെട്ടിപ്പോകും, 10 ആകും. 20+1 21. 21 ഇൻറ്റു 10 എത്ര വരും? 210. സോ S20 എന്ന് പറയുന്നത് എത്ര കിട്ടും? 210 കിട്ടും. ഇവിടെ നോക്കിക്കേ, 20+1 21. 21 ടൈംസ് 10 എത്ര വരും? 210. അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കും മക്കളെ, എന്തുകൊണ്ടാണ് നമ്മൾ അഡീഷൻ ചെയ്തത്? നേരത്തെ സാറ് പറഞ്ഞില്ലേ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ആദ്യം ചെയ്യേണ്ടത്, എന്നിട്ട് എന്തിനാ സാറേ ഇവിടെ അഡീഷൻ ചെയ്തതെന്ന് ചോദിക്കരുത്. കാരണം ഇവിടെ എന്തുണ്ട്? ബ്രാക്കറ്റ് ഉണ്ട്. ബോർഡ് മാസിൽ ആദ്യം വരുന്നത് എന്താണ്? ബ്രാക്കറ്റ് ആണ്. അപ്പൊ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ അകത്തുള്ളത് ആദ്യം ചെയ്യുക. സോ അഡീഷൻ ചെയ്തതിന് ശേഷം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അല്ല ബ്രാക്കറ്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യാൻ പാടുള്ളൂ? മൾട്ടിപ്ലിക്കേഷനെ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത റൈറ്റ് ദ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് 5, 9, 13. ഓക്കെ, അപ്പോ ഈ തന്നിരിക്കുന്ന ആൽജിബ്രായിക് എക്സ്പ്രഷന്റെ എന്തെഴുതുക? അരിത്മെറ്റിക് സീക്വൻസ് എഴുതുക. സോറി, തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്തെഴുതുക? ആൽജിബ്രായിക് എക്സ്പ്രഷൻ എഴുതുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 5, 9, 13. അപ്പൊ അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? x1 എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, d എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 9 - 5 അഥവാ 4 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോ x1 5 ആണ്, d എന്ന് പറയുന്നത് 4 ആണ്. ആൽജിബ്രായിക് എക്സ്പ്രഷന്റെ ഫോം എന്താ? xn ഈക്വൽസ് x1 പ്ലസ് n-1 d. ഓക്കെ, അപ്പൊ ഇവിടെ x1 5 ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. xn ഈക്വൽസ് 5 പ്ലസ് n-1 ടൈംസ് d എത്രയാ? 4. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? അകത്തോട്ട് എടുക്കാം. സോ എന്ത് കിട്ടും? xn ഈക്വൽസ് 5 പ്ലസ് 4n-4. ഓക്കെ, അപ്പൊ 4n ആദ്യം വരും, 5 - 4 എത്ര വരും? 1 വരും. സോ ആൽജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? 4n + 1 ആണ്. സോ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എത്ര വരുന്നത്? ഈസ് 4n + 1. ഓക്കെ, അതാണ് നമ്മളുടെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ഉത്തരം എത്രയാ വരുന്നത്? മുകളില് ജസ്റ്റ് ഒന്ന് മായ്ച്ചേക്കാം, സീക്വൻസ് പറയാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, അതിന്റെ ഉത്തരം എത്രയാ വരുന്നത്? 210 ആണ്. അടുത്തത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. ആദ്യത്തെ 20 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണം? 20 ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ x1 വേണം, x20 വേണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? x20 കണ്ടുപിടിക്കണം. ഓക്കെ, സോ സി x20 കണ്ടുപിടിക്കാൻ വീണ്ടും xn പ്ലസ് x1 പ്ലസ് n-1 d ചെയ്യണോ? വേണ്ട, നമുക്കിവിടെ xnന്റെ ഫോർമുല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതില് 20 ഇട്ട് കൊടുത്താൽ മതി. സോ x20 ഈക്വൽസ് 4 times 20 അല്ലെ? xn ഈക്വൽസ് 4n plus 1. സോ x20 ഈക്വൽസ് 4 times 20 plus 1 അഥവാ 4 times 20 എത്ര? 80. 80 plus 1 എത്ര കിട്ടും? 81. ഇനി നമുക്ക് SNന്റെ ഫോർമുല എന്താ അറിയാം? SN ഈക്വൽസ് n/2 ടൈംസ് x1 plus xn. ഓക്കെ, അപ്പൊ n/2, എന്നിന്റെ വാല്യൂ എത്രയാണ് ഇവിടെ? 20 ടേമുകളല്ലേ നമ്മൾ നോക്കുന്നത്. സോ n എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 20/2 ടൈംസ് x1. x1 എത്ര വരും? ഫസ്റ്റ് ടൈം എത്രയായിരുന്നു ഇവിടെ? നോക്കിക്കേ, x1 എന്ന് പറയുന്നത് 5 ആണ്. സോ 5 പ്ലസ് xn, nth ടേം എത്രയാ? 81.
അഥവാ XN എന്ന് പറയുന്നത്. ഓക്കെ, XN എന്ന് പറയുന്നത് X20 ആണ്. 20th ടേം ആണ് ഇവിടെ വരേണ്ടത് അല്ലെ. അപ്പൊ X20 എന്ന് പറയുന്നത് എത്രയാണ്? 81 ആണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും? ഇവിടെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യും? 2ഉം 20യും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 10 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്മളുടെ S20 ഇവിടെ S20 ആണ്. അപ്പൊ ഇതിന്റെ S20 എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞു വരും? 10 times 81 plus 5 എത്ര വരും? 86. സോ എത്ര കിട്ടും? 860 എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്മളുടെ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 860. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമ്മളെ 2023 ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കുറെ പോളിഗൺസ് തന്നിട്ടുണ്ട്, അതിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡയഗണൽസ്, ഒരു വെർട്ടെക്സിൽ നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഡയഗണൽസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ടോട്ടൽ ഡയഗണൽസ്, എത്ര ഡയഗണൽസ് നമുക്ക് മൊത്തം ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതും ഫോർമുല വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാ അത് നോക്കിക്കേ. ക്വാഡ്രിലാറ്ററലിന് 4 സൈഡാണുള്ളത്. ഒരു വെർട്ടെക്സിൽ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഡയഗണലിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഡയഗണൽസ് എണ്ണത്തിലേക്കും 4 times 1 by 2. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് by 2 ചെയ്യുമ്പോഴാണ് എത്ര കിട്ടുന്ന? 2 കിട്ടുന്നത്. 5 എണ്ണം വരുമ്പോഴോ പെന്റഗൺ അഥവാ 5 സൈഡുള്ള ഫിഗർ വരുമ്പോ എന്താണ്? രണ്ട് വെർട്ടെക്സ് ആണ് ഫോം ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെ വരും? 5 times 2 by 2 5 വരും. 6 വരുമ്പോഴോ 6 3 ആയിരിക്കും ഒരു വെർട്ടെക്സിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന ഡയഗണൽസിന്റെ എണ്ണം. സോ 6 times 3 18 by 2 9 വരും. ഇവിടെ നിങ്ങൾക്ക് ഈ ഫോർമുല നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ എത്രയാണോ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നെ നോക്കിക്കേ, പോളിഗൺ n സൈഡുള്ള പോളിഗണിന് n-3 ആണ് വരുന്നത്. സോ 7 സൈഡുള്ള പോളിഗണിന് എത്ര വരും? 7 - 3 വരും അല്ലെ. നമുക്ക് അവിടെ തന്നെ ഒന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ എന്താ എഴുതാം? ആദ്യം ഹെപ്റ്റഗൺ എഴുതാം. എന്താണ് ഹെപ്റ്റഗൺ? ഓക്കെ, ഹെപ്റ്റഗൺ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇതൊന്നും കൂടെ എടുത്ത് ടേബിൾ ഒന്നും കൂടെ വരയ്ക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് പറയുന്നില്ല. ഓക്കെ, നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 7 ആണ്. ഇനി അടുത്ത് എന്താണ്? നമ്പർ ഓഫ് ഡയഗണൽസ് ഫ്രം വൺ വെർട്ടെക്സ്. ഒരു വെർട്ടെക്സിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന ഡയഗണൽ എത്രയാ? നോക്കിക്കേ, ഇവിടെ n ആകുമ്പോൾ n-3 ആണ് വരുന്നത്. സോ 7 ആകുമ്പോൾ എത്ര വരണം? 7 - 3 അഥവാ 4 വരും. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് എത്ര വരും? ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് നിങ്ങൾക്ക് ഫോർമുല നോക്കിയാൽ മനസ്സിലാകും. എന്താണ്? ഇവിടെ നമുക്ക് അപ്പൊ ആദ്യം n സൈഡഡ് പോളിഗൺസിന്റെ എണ്ണം നോക്കി നോക്കാം. ഓക്കെ, n സൈഡഡ് പോളിഗൺസിന്റെ നമ്മൾ നോക്കുമ്പോൾ 4 times 1 by 2, 5 times 2 by 2, 6 times 3 by 2. അങ്ങനെയാണെങ്കിൽ n വരുമ്പോ എങ്ങനെ വരും? n times n-3 by 2 വരും. n times n-3 by 2 വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് ഇവിടെ എത്ര? ജസ്റ്റ് ഞാൻ അത് അവിടെ എഴുതിയിട്ടുള്ളൂ, ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഒരു പാറ്റേൺ മനസ്സിലാവും. അവിടെ നിങ്ങളപ്പോ എഴുതുമ്പോൾ ടേബിൾ മൊത്തത്തിൽ വരച്ചെഴുതുക. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡയഗണൽസ് എത്ര വരും? എത്ര ഡയഗണൽസ്? 7 എണ്ണം വരുമ്പോ വരുന്നേ 7 times ഇവിടെ വരുന്ന എത്രയായിരുന്നു? 4. 7 times 4 by 2. ഓക്കെ, 7 times 4 28 by 2 എന്ന് പറയുന്നത് 14. അതിന്റെ കിട്ടി. അപ്പൊ നമുക്ക് എത്ര വരേണ്ടത്? ഇവിടെ 4ഉം ഇവിടെ 14ഉമാണ് വരുന്നത്. ഇതുപോലെ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ഇവിടെ തന്നെ എഴുതി പോകാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ഇങ്ങനെ ചെയ്തു വരേണ്ടത്. ഇപ്പൊ ഇവിടെ ഡെക്കഗൺ 10 വരുമ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന ഡയഗണൽസിന്റെ എണ്ണം എത്രയാണ്? നമുക്ക് ഇത്തിരി സൈസ് കൂട്ടാം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്ന് എഴുതാം. n വരുമ്പോ എങ്ങനെയായിരുന്നു? n times n-3 by 2. ഓക്കെ, അടുത്ത 7 വരുമ്പോ ഇവിടെ 4 ആയിരുന്നു. ഇവിടെ എത്ര കിട്ടി? 14 കിട്ടി. ഇവിടെ 10 വരുമ്പോ എന്താണ്? 10 - 3. 10 - 3 എത്ര? 7. ഓക്കെ, അടുത്ത ഇവിടെ ഡയഗണൽസ് എണ്ണം വരുമ്പോ 10 times 7 by 2 എത്ര വരും? 2ഉം 10ഉം കൂടെ വെട്ടിപ്പോയിട്ട് 5 കിട്ടും. 5 times 7 എന്ന് പറയുന്നത് 35, അല്ലെങ്കിൽ 70 by 2 എന്ന് പറഞ്ഞാൽ എത്രയാ? 35. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ആ ടേബിള് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് 2023 മോഡലിലെ ക്വസ്റ്റ്യൻസ് ആണ്. റൈറ്റ് ദ നെക്സ്റ്റ് 2 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ
അടുത്ത രണ്ട് ടേമുകൾ എഴുതുക. തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ അടുത്ത രണ്ട് ടേമുകൾ എഴുതുക. ഓക്കെ, 5, 12, 19. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഏതായിരിക്കും വരുന്നത്? നോക്കിക്കേ, എത്ര വെച്ചാ കൂടിക്കൂടി പോകുന്നത്? നമ്മുടെ സീക്വൻസ് ഏതാ? 5, 12, 19. എത്ര വെച്ചാ കൂടിപ്പോയിരിക്കെ? 7 വെച്ചാണ് കൂടിപ്പോയിട്ടുള്ളത്. സോ 7, 7. അടുത്തപ്പോ എങ്ങനെ വരണം? 19 + 7 എത്ര വരും? 19 + 7 എന്ന് പറയുന്നത് 26. അടുത്ത് 26 + 7 എത്ര വരും? 33. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മളുടെ ടേമുകൾ ഏതൊക്കെയായിരിക്കും വരുന്ന? 26ഉം 33യുമായിരിക്കും വരുന്നത്. അടുത്ത രണ്ട് ടേമുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം, ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് an arithmetic sequence is 145. ഓക്കെ, അപ്പൊ S5 എന്ന് പറയുന്നതാണ് എത്ര തന്നിട്ടുള്ള? 145 തന്നിട്ടുള്ള. ഫൈൻഡ് ദ തേർഡ് ടേം കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം നേരത്തെ സെയിം, നമ്മൾ നേരത്തെ ചെയ്ത സെയിം സാധനങ്ങൾ തന്നെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപോലെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എല്ലാം S5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5/2. ഓക്കെ, നമുക്ക് SN ന്റെ ഫോർമുല ഒന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ആയിട്ട് എഴുതാം. SN equals n/2 times x1 plus xn. അങ്ങനെയാണെങ്കിൽ S5 എങ്ങനെ എഴുതാം? 5/2 times x1 plus x5 equal to എത്ര വരും? 145 വരും. അങ്ങനെയാണെങ്കിൽ x1 plus x5 എത്ര വരും? 145 times 2/5. ഓക്കെ, ഇത് എത്ര വരും? ഇത് നമുക്കറിയാം 30 ആകുമ്പോഴാണ് 150 വരുന്നത്. സോ 29 ആയിരിക്കും വരുന്നത്. 10 to 45, 9. ഓക്കെ, സോ 29 times 2. 29 times 2 എത്ര? 58. സോ x1 plus x5 എത്ര വരും? 58 വരും. നമുക്കറിയാം തേർഡ് ടേം എന്ന് പറഞ്ഞാൽ x3. നമുക്കറിയാം x3 plus x3, 3 plus 3 6 വരും. സോ 1 plus 5 6 ആണ് വരുന്നത്. സോ x3 എന്ന് പറയുന്നത് x1 plus x5/2 വരും. അതെത്ര വരും? x1 plus x5 എന്ന് പറഞ്ഞാൽ 58. സോ 58/2 എത്ര കിട്ടുന്നത്? 29. ഓക്കെ, സോ x3യുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 29 എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഈസ് 4, റൈറ്റ് ദ ടേംസ്. അപ്പൊ എന്ത് തന്നിട്ടുണ്ട്? അടുത്ത് d എന്ന് പറയുന്നത് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബി ആണ്. ഇതപ്പോ നമുക്ക് ക്വസ്റ്റ്യൻ എ ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യൻ ബി, d എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 4 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടേമുകൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ d4 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്തറിയാം? x3 തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയെന്ന് അറിയാം? 29. x3 എന്ന് പറഞ്ഞാൽ എന്താ? x1 plus 2d equal to 29. So x1 plus 2 times 4. 2 times 4 equals 29. x1 plus 8 equal to 29. ആക്ച്വലി നമുക്ക് ഇങ്ങനെ എഴുതണമെന്നില്ല. 4 കുറച്ച് പോയാൽ മതി. തേർഡ് ടേം അല്ലേ വന്നിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ടേം എത്രയായിരിക്കും? ഇതിന്ന് 4 കുറയുന്നതായിരിക്കും, 25 ആയിരിക്കും. ഫസ്റ്റ് ടേം എത്രയായിരിക്കും? വീണ്ടും ഒരു 4 കുറയുന്നതായിരിക്കും, 21 ആയിരിക്കും. അപ്പൊ 21, 25, 29 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതി അങ്ങ് പോയാലും മതി. ഓക്കെ, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ആ ഫോം മോഡൽ പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ നമുക്കിപ്പോ x3 ഒന്നുമല്ല, x10, x9 ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ x1 equal to എന്ത് വരും? 29 minus 8, 21 വരും. ഓക്കെ, സോ സീക്വൻസ് എന്താണ്? 21 ആണ് ആദ്യത്തെ ടേം. അടുത്ത് 4 കൂടി പോവുക. കോമൺ ഡിഫറൻസ് 4 ആണ്. സോ 4 കൂടി പോവുക. 25, 29, 33 എന്ന് പറഞ്ഞു പോകും. ഓക്കെ, 33, അടുത്ത 37. ഓക്കെ, 33, 37. സോ 21 plus 37, അതാണ് നമുക്ക് 58 കിട്ടിയത്. കറക്റ്റ് അല്ലേ? ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 37 വരും. ഓക്കെ, അപ്പൊ ആ ഒരു മോഡലാണ്. അപ്പൊ നമുക്ക് ആ സീക്വൻസും കിട്ടി. സോ നമുക്ക് സീക്വൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത ചോദ്യം. A sequence is written by adding 3 to the multiples of 4. 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു സീക്വൻസ്. അപ്പൊ നമുക്ക് അത് എഴുതുക. ഓക്കെ, മൾട്ടിപ്പിൾസ് ഓഫ് 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ. അപ്പൊ എങ്ങനെ വരും ആ സീക്വൻസ്? നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. സീക്വൻസ് എങ്ങനെയാണ്? 4ന്റെ മൾട്ടിപ്പിൾ 4, 8. ഓക്കെ, 4, 8. അടുത്ത എത്ര വരും? 12. അങ്ങനെ നമുക്ക് 4n ആണ് വരുന്നത്. nth ആളുടെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ n ആണ് വരുന്നത്. ഇനി അതിന്റെ കൂടെയൊക്കെ എത്ര കൂട്ടുക? 3 കൂട്ടുക. ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ 3 കൂട്ടുമ്പോഴാണ് നമ്മളുടെ സീക്വൻസ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ വരും? 7, 11, 15 അങ്ങനെ വന്ന് ലാസ്റ്റ് 4n plus 3 എന്ന് വരും. നമ്മളുടെ ആൽജിബ്രൈക് ഫോം ആണ് എഴുതാൻ പറഞ്ഞത് അല്ലേ?
ജസ്റ്റ് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും എന്താണ് xn ഈക്വൽ ടു 4n പ്ലസ് 3. ഇത് നമുക്ക് ഇത് എഴുതണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയ കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതാണ്. ഇവിടെ നിന്ന് തന്നെ നമ്മൾ നോക്കിയാൽ മതി മൾട്ടിപ്പിൾ ഓഫ് 4, സോ 4n ആഡിങ് 3 പ്ലസ് 3 ഈക്വൽ ടു xn. ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എയുടെ ആൻസർ വരുന്നത്. അടുത്ത് ബിയുടെ ആൻസർ നോക്കാം. 10th ടേം എന്ന് പറയുമ്പോൾ എന്താ, x10 ആണ് കണ്ടുപിടിക്കേണ്ടത്. x10 കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മളുടെ ഇതിന്റെ എന്താണ് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് ആയി കണ്ടുപിടിച്ച് ചെയ്യണോ? വേണ്ട, xn ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. സോ xn ഈക്വൽ ടു x10 എന്ന് പറയുമ്പോൾ 4 times 10 പ്ലസ് 3 എത്ര വരും? 43. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? നോക്കിക്കേ, 4 കൂടിയല്ലേ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 100 ടേം ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ ടേം ഡിഫറൻസ് ഈക്വൽ ടു പൊസിഷൻ ഡിഫറൻസ് ടൈംസ് ഡി. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? ടേം ഡിഫറൻസ് ബൈ ഡി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ വരുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ 100നെ ഏതെങ്കിലും ഈ സീക്വൻസിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. നമ്മൾ ഇവിടെ 43 ഒരു നമ്പർ ആണെന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് 43യുമായിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് 100 മൈനസ് 43. 100 മൈനസ് 43 എത്ര വരും? 100 അല്ലേ പറഞ്ഞ? 100 മൈനസ് 43 എത്ര വരും? 57 വരും. ഓക്കെ, 57. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ? 4 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാ? 4 ആണ്. സോ 57നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ? ഇല്ല. 57നെ 4 കൊണ്ട് ഡിവിഷൻ പോസിബിൾ അല്ല. ഓക്കെ, 57 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ ഡി വിച്ച് ഈസ് 4. ഓക്കെ, 4 ആയെന്ന് പറയുന്ന ഡി കൊണ്ട് നമുക്ക് 57നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റോ? ഇല്ല. So 100 is not the term. 100 is not a term in this sequence. Okay, ഈ സീക്വൻസിന്റെ ഒരു ടേം ആകാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, വൈ എന്താണ് റീസൺ? നമുക്ക് ഇത് തന്നെ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നോക്കി 100 എന്ന് പറഞ്ഞാൽ 4 times n ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 100ന്റെ കൂടെ 3 കൂട്ടുന്നത് മാത്രമേ എന്തായിട്ട് വരുള്ളൂ? ടേം ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പോ 103 ടേം ആയിരിക്കും, 99 ടേം ആയിരിക്കും. പക്ഷെ 100 ടേം ആവോ? പറയേണ്ട എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അടുത്തത് the sum of 8th and 19th term of an arithmetic sequence is 125. 8th ടേമിന്റെയും 19th ടേമിന്റെയും സം എന്ന് പറയുന്നത് 125 ആണ്. സോ എന്താ തന്നിട്ടുള്ളത്? സം ഓഫ് 18th and 19th. 18th 19th എന്ന് പറയുമ്പോൾ x8ഉം x98th 18th അല്ല 8th 8th and 19th എന്ന് പറയുമ്പോൾ x8ഉം x19ഉമാണ് അവിടെ പറയുന്നത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് x8 പ്ലസ് x19 ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 125 എന്ന് തന്നിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് 7 and 20th? ഇങ്ങനെ നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ ആ കാണുമ്പോഴേ മനസ്സിലാക്കുക, അടുത്ത് തരുന്ന ആൾക്കാരുടെ സമ്മ് മോസ്റ്റ്ലി എവരുടെ സമ്മിന് തുല്യമായിരിക്കും. 8 plus 19 എത്രയാണ്? 27. 7 plus 20 എത്രയാണ്? 27 അല്ലേ? അപ്പൊ നമുക്ക് ഇതാ സിമ്പിൾ ആയിട്ട് അത് പറയാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x7 പ്ലസ് x20. സോറി, നമുക്ക് താഴോട്ട് എഴുതാം, സ്പേസ് ഇല്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? x7 പ്ലസ് x20 ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, പൊസിഷൻസിന്റെ സമ്മ് സെയിം ആണ്. പൊസിഷൻസിന്റെ സമ്മ് എന്താണ്? സെയിം ആണ്. പൊസിഷൻസിന്റെ സമ്മ് സെയിം ആണെങ്കിൽ ടേമുകളുടെ സമ്മ് എന്താകണം? സെയിം ആകണം. ഓക്കെ, പൊസിഷൻസിന്റെ സം 7 plus 20 77, 8 plus 19 27. സോ ടേമുകളുടെ സമ്മും സെയിം ആയാലേ പറ്റുള്ളൂ. സോ ഈക്വൽ ടു x8 plus x19 ആയിരിക്കും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 125. സോ ഇവിടുത്തെ ആൻസർ എത്ര വരുന്നത്? 125 ആണ് വരുന്നത്. ഓക്കെ, അടുത്ത് 6th ടേം 14 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 21st ടേം കണ്ടുപിടിക്കുക. നോക്കിക്കേ, 6 plus 21 എത്രയാ? 27. അതും സെയിം തന്നെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? x6 plus x21 equal to x8 plus x19 which is 125 എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x6 എത്രയാണെന്നുള്ളത്? സോ നമുക്ക് എന്ത് പറയാം? x6 plus x21 equals 125. സോ x6 എത്രയാണ് തന്നിട്ടുള്ളത്? 40. സോ 40 plus x21 equals 125. x21 equals 125 minus 40 which is nothing but 85.
ഓക്കെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് 85. അടുത്ത എന്താണ്? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 26 ടേംസ്. 26 ടേമുകളുടെ സം കണ്ടുപിടിക്കാം. നമുക്ക് ഫോർമുല എഴുതാം. ഓക്കെ, ഫോർമുല നോക്കാം. S26 സി. ഇവിടെ നമുക്ക് തോന്നും ഫസ്റ്റ് ടേമും ഡി ഒക്കെ കണ്ടുപിടിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂന്നില്ല. 21 ടേമുകളുടെ സം എന്താണ് ഫോർമുല? S26 ഈക്വൽ ടു എന്താണ്? SN ന്റെ ഫോർമുല എന്താ? SN ഈക്വൽ ടു n/2 ടൈംസ് x1 പ്ലസ് നമുക്ക് ആവശ്യമുള്ള ഫോർമുല നമുക്ക് ഇവിടെ എഴുതാം, മുകളിലായിട്ട് എഴുതി വെക്കാം. ഓക്കെ, SN ന്റെ ഫോർമുല എന്താ? SN ഈക്വൽ ടു n/2 ടൈംസ് x1 പ്ലസ് xn ആണ്. അപ്പൊ അതിവിടെ നോക്കിക്കേ, x26 എന്ന് പറഞ്ഞാൽ 26/2 ടൈംസ് x1 പ്ലസ് x26 അല്ലേ? x1 പ്ലസ് x26 എത്രയായിരിക്കും? 1 പ്ലസ് 26 27 ആണ് വരുന്നത്. സെയിം അല്ലേ വരുന്നത്? യെസ്. ഓക്കെ, we know നമുക്ക് എന്തറിയാം? we know x1 plus x26 equals x8 plus x19 which is nothing but 125. okay, so നമുക്ക് ഇവിടെ എന്ത് കിട്ടും? S26 equals 26/2. നമുക്ക് ഇവിടെ 26/2 ഇവിടെ ആണോ? ഇവിടെ നിന്ന് തന്നെ നമുക്ക് അത് ക്യാൻസൽ ചെയ്തൂടെ? 2 26 വെട്ടിപ്പോകും, 13 കിട്ടും. ഓക്കെ, സോ 13 ടൈംസ് എന്ത് കിട്ടും? x1 plus x26 എത്രയാ? 125. so 125. so 13 times 125 ചെയ്തു നോക്കുക. ഓക്കെ, സോ നമുക്ക് ചെയ്തു നോക്കാം. 125 times 13 എത്ര വരും? 5 15 1 6 7. ഓക്കെ, 7 വരും, 3 വരും. 375 ആണ് വരുന്നത്. ആൻഡ് 125. ഓക്കെ, സോ 125 ആണ് വരുന്നത്. അപ്പൊ എത്ര വരും? 5 12 1 6 1. സോ ആൻസർ എത്ര വരുന്നത്? 1625. ഓക്കെ, സോ ഇപ്പൊ എത്രയാണ് നമ്മളുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത്? അപ്പൊ ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കിക്കേ. 21st ടേം എത്രയാ വന്നേ? 85. സം ഓഫ് ഫസ്റ്റ് 26 ടേംസ് എത്രയാ വന്നേ? 1625. അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ മോഡലിൽ എഴുതാം എന്നാണ് അവർ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ബേസിക് ആയിട്ട് 3നെ 1 + 2 ആയിട്ട് എഴുതാം, 5നെ 2 + 3 ആയിട്ട് എഴുതാം, 6നെ 1 + 2 + 3 ആയിട്ട് എഴുതാം, 7നെ 3 + 4 ആയിട്ട് എഴുതാം, 9നെ 4 + 5 ആയിട്ട് എഴുതാം, 10നെ 1 + 2 + 3 + 4 ആയിട്ട് എഴുതാം. സോ അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ ആക്ച്വലി 2ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെയോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 2ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് എഴുതാൻ പറ്റാതെ ഉള്ളൂ? ഇങ്ങനെ എഴുതാൻ പറ്റാതെ ഉള്ളൂ. ബാക്കി എല്ലാവരെയും എഴുതാൻ പറ്റും. ആ ക്വസ്റ്റ്യനിൽ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, സോ റൈറ്റ് 13 as the sum of consecutive natural numbers. നമുക്ക് ആദ്യം രണ്ടും തന്നെ ഇവിടെ ചെയ്യാം, അടുത്ത് നമുക്ക് അടുത്തൊരു പേജിൽ ചെയ്യാം. ഓക്കെ, സോ ആദ്യം 13 റൈറ്റ് 13 as the sum of consecutive natural numbers. 13നെ നാച്ചുറൽ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആയിട്ട് എഴുതുക. നോക്കിക്കേ, 13 divided by 2 എത്ര കിട്ടും? ഓഡ് നമ്പർ ആണെങ്കിൽ divided by 2 ചെയ്യുക. ഈവൻ നമ്പർ വന്നാൽ by 4 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാനുള്ള ആൾക്കാരെ കിട്ടും. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് 2 വെച്ചുള്ളത് കിട്ടും. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ by 4 നമുക്ക് ചെയ്താൽ ഈസി ആയിട്ട് ആൾക്കാരെ കിട്ടും. 4ഓ ഇപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ 3 ചെയ്യാം. ആ മോഡലിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് 4 ചെയ്യുമ്പോൾ മിഡിലുള്ള ആളെയാണ് കിട്ടുന്നത്, അതിനനുസരിച്ച് നമുക്ക് കവർ ചെയ്യാം. സോ 13/2 നോക്കിക്കേ. എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, 13/2 എത്ര കിട്ടും? 6.5 കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് 13 എങ്ങനെ എഴുതാൻ പറ്റും? 13 = 6 + 7 എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നമുക്ക് 13 എങ്ങനെ എഴുതാം? 13 = എങ്ങനെ എഴുതാം? 6 + 7. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടുപേരെ ആയാലും മതി. ഓക്കെ, അടുത്ത് 14 നോക്കിക്കേ. അടുത്ത് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താ? 14 എങ്ങനെ എഴുതാൻ നോക്കിക്കേ. 14/2 ചെയ്താൽ നമുക്ക് 7 കിട്ടും. സോ ഒരു റൗണ്ടഡ് നമ്പർ കിട്ടുമ്പോൾ നമുക്ക് അതിന് തൊട്ട് മുമ്പോ ശേഷം എടുക്കാൻ പറ്റത്തില്ല. 6.5 7.5 എന്ന് പറഞ്ഞൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് വരത്തില്ല. അപ്പൊ by 4 ചെയ്ത് നോക്കാം. 14/4 എത്ര വരും? 14/4 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.5 വരും. ഓക്കെ, സോ 3.5 എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആൾക്കാരായിരിക്കുക
3യും 4ഉം 3യും 4ഉം കൂടെ ചെയ്യുമ്പോൾ 7 കിട്ടും. അതിനും തൊട്ടുമുമ്പുള്ള ആൾക്കാർ 2ഉം 5ഉം കൂടെ ചെയ്യുമ്പോഴും 7 കിട്ടും. അപ്പൊ അത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14 കിട്ടും. സോ നമുക്ക് 14 എങ്ങനെ എഴുതാൻ പറ്റും? 2 + 3 + 4 + 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ അപ്പം 14 = 2 + 3 + 4 + 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇനി ഏതാ ചെയ്യേണ്ടേ? 101. ജസ്റ്റ് ഞാൻ അടുത്തൊരു സ്ലൈഡിലോട്ട് അത് എടുത്ത് വെച്ചാണ്, നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രമായിട്ട് എടുത്ത് വെച്ചാണ്. സോ റൈറ്റ് 101 ആസ് ദ സം ഓഫ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. 101നെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സം ആയിട്ട് എഴുതുക. ഓഡ് നമ്പർ അല്ലേ, സോ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? യെസ്. സോ നമുക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഡിവൈഡഡ് ബൈ സി ക്വസ്റ്റ്യൻ നോക്കാം. 101 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50.5 കിട്ടും. 50.5 കിട്ടും. 101 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50.5 കിട്ടും. സോ 101 നമുക്ക് എങ്ങനെ എഴുതാം? 50 + 51. 50 + 51 അല്ലേ 101? യെസ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. 50 + 51 എന്ന് എഴുതാൻ പറ്റും. അടുത്ത, ഫൈൻഡ് ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 20 and 100 that cannot be written as the sum of consecutive natural numbers. ആക്ച്വലി ഇതിന്റെ മുമ്പിൽ 2 ഡയലോഗും കൂടെ ഉണ്ടായാല് 2ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമുക്ക് എന്തായിട്ട് എഴുതാൻ പറ്റില്ല? ഇങ്ങനെ എഴുതാൻ പറ്റില്ല. 2ന്റെ പവേഴ്സ് ആയിട്ട് വരുന്നവരെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. സോ 20ക്കും 100നും ഇടയ്ക്ക് വരുന്ന 2ന്റെ പവേഴ്സ് ലിസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. ഓക്കെ, 100നും 20ക്കും 100നും ഇടയ്ക്ക് വരുന്ന 2ന്റെ പവേഴ്സ് എന്ത് ചെയ്താൽ മതി? ലിസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. അത് ഏതൊക്കെയാ വരുന്നേ? 32 വരും, 64 വരും. വേറെ ആരെങ്കിലും വരോ? ഇല്ല. ഓക്കെ, സോ നമ്മളുടെ ആൻസേഴ്സ് എന്ന് പറയുന്നത് 32,64 ആണ്. സോ നമ്മളുടെ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? അരിത്തമെറ്റിക് സീക്വൻസ്, SSLCയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ മൊത്തത്തിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്തു. 2023യുടെ മോഡൽ എക്സാമിന്റെയും ഫൈനൽ എക്സാമിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത. ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഏകദേശം സെയിം പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അല്ലെ. ഇനി എന്താണ്, ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈസി ആയിട്ട് നല്ലോണം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, അതായത് ഇപ്പൊ 10ാം ക്ലാസ് SSLC പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികൾക്ക്, ഈ വർഷം എഴുതാൻ വേണ്ടി 2025 എഴുതാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവര് നല്ല സിമ്പിൾ ആയിട്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ച് സിമ്പിൾ ആയിട്ട് അവർ നല്ല എക്സൽ ചെയ്ത് വരട്ടെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.